ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അഖില പ്രപഞ്ചത്തിന്റെ ഈ മതിവനായ അള്ളാഹുവിന്റെ കൽപ്പന നിരോധനങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിക്കണമേ എന്നും പാലിക്കണമേ എന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമേ എന്നും എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാനും സന്തോഷത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ തട്ടിക്കൊണ്ട്, തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞ ചില വാചകങ്ങൾ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ തോളിൽ തട്ടിയിട്ട് എന്നോട് പറഞ്ഞു, യാ ഗുലാം, ഹോ കുഞ്ഞു മോനെ, ചെറുപ്പമായിരുന്നു ആ സമയം, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, മോനെ നീ ദുനിയാവിൽ കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ്, നീ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെ ജീവിക്കണം മോനെ. ഒരു അപരിചിതൻ, എവിടുന്നോ യാത്ര ചെയ്ത് വന്ന ഒരാൾ, എന്തോ ആവശ്യത്തിന് വേണ്ടി വന്ന ഒരാൾ, ആ ആവശ്യം പൂർത്തിയാക്കി ഉടനെ ആ നാട് വിട്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ധൃതി കാണിക്കുന്ന ഒരു മനുഷ്യൻ. എന്തൊരാവശ്യത്തിനാണോ മറുനാട്ടിലേക്ക് അവൻ യാത്ര ചെയ്തെത്തിയത്, എത്രയും പെട്ടെന്ന് എല്ലാ സൗകര്യങ്ങളും ചുരുക്കി കൂടുതൽ താമസിക്കാനുള്ള സെറ്റപ്പുകളൊന്നും ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്റെ ആവശ്യം പൂർത്തിയാക്കി തന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വെമ്പൽ കൊള്ളുന്ന ഒരു അപരിചിതൻ, അവനെ പോലെ നീ ആവുക ഈ ദുനിയാവിൽ. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ മോനെ നീ ഒരു യാത്രക്കാരനാവുക ഈ ദുനിയാവിൽ. എവിടുന്നോ യാത്ര ചെയ്ത് വന്ന ഒരാൾ, യാത്രക്കിടയിൽ ക്ഷീണം ബാധിച്ചു, അല്ലെങ്കിൽ വിശപ്പുണ്ടായി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടായി, യാത്രാവാഹനം സൈഡാക്കി വഴിയുടെ ഓരത്ത് ആ വാഹനം നിർത്തി, എന്നിട്ട് തന്റെ ആവശ്യം എന്താണോ അത് ആ സ്ഥലത്ത് നിന്ന് പൂർത്തിയാക്കി ഉടനെ തന്റെ യാത്രാവാഹനവുമായിട്ട് ആ സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ സ്ഥലവുമായിട്ട് അയാൾക്ക് യാതൊരു ബന്ധവുമില്ല. ആ സ്ഥലത്ത് അധികം താമസിക്കാനോ അധികം നിൽക്കാനോ ആ മനുഷ്യന് ഒരുക്കമല്ല. കാരണം ലക്ഷ്യത്തിന്റെ ഇടയിലുള്ള യാത്രയുടെ ഇടയിൽ അവന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങിയതാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ യാത്രക്കാരനെ പോലെ നീ ആവുക മോനെ. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുമായിരുന്നു, ഇദാ അംസൈത, നിങ്ങൾ പ്രദോഷത്തിലായാൽ, വൈകുന്നേരത്തിൽ നിങ്ങൾ ഉണ്ടായാൽ, ഫലാ തൻതദിരി സ്വബാഹ, നിങ്ങൾ പ്രഭാതത്തെ കാത്തിരിക്കരുത്. അടുത്ത സൂര്യോദയം കാണാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇദാ അംസൈത, നിങ്ങൾ എങ്ങാനും പ്രദോഷത്തിലായാൽ, ഫലാ തൻതദിരി സ്വബാഹ, പ്രഭാതത്തെ കാത്തിരിക്കരുത്. വഇദാ അസ്ബഹ്ത, ഇനി നിങ്ങൾ പ്രഭാതത്തിലായി രാവിലെ ഉണർന്നു, ആ ദിവസത്തിന്റെ സൂര്യോദയം കാണാനും ആ ദിവസത്തിന്റെ പ്രഭാതത്തെ അനുഭവിക്കാനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഫലാ തൻതദിരിൽ മസാ, നിങ്ങൾ ആ സൂര്യാസ്തമയത്തെ കാത്തിരിക്കരുത്. ആ സൂര്യാസ്തമയത്തെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഉദിക്കുന്ന സൂര്യനെ കണ്ട നിങ്ങൾ ആ സൂര്യന്റെ അസ്തമയവും എനിക്ക് കാണാൻ സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എന്നിട്ട് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുദ് ബിസിഹ്ഹതിക ലിമറദിക, നിന്റെ രോഗത്തിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തുക. വഖുദ് ബിഹയാതിക ലിമൗതിക, നിന്റെ മരണത്തിന് മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഏറെ ചിന്തിക്കേണ്ട വാക്കുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ഭൂമി ലോകത്ത് ജനിച്ചു വീണ ഓരോ ജീവികൾക്കും നിർബന്ധമാക്കിയ ഒരു സത്യമാണ് മരണം എന്നുള്ളത്, ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്നുള്ളത്. അതിൽ നിന്ന് ഒളിച്ചോടാനോ അതിൽ നിന്ന് കുതറിയോടാനോ
ആ മരണത്തെ തോൽപ്പിച്ചു കളയാമെന്നോ അല്ലെങ്കിൽ ആ മരണത്തെ അതിജയിച്ചുകൊണ്ട് ഞാൻ എന്റെ സാമർത്ഥ്യം കൊണ്ട് ഇവിടെ നിലനിൽപ്പുണ്ടാക്കുമെന്ന് കരുതാനോ ഈ ഭൂമി ലോകത്ത് ആർക്കും സാധിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കാനോ അങ്ങനെ ഒന്ന് ആലോചിക്കാനോ ഉള്ളൊരു വഴിയും ഈ ഭൂമി ലോകം അവന് നൽകിയിട്ടില്ല. യാഥാർത്ഥ്യമത. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ജീവിച്ചു പോയ ലോകം അടക്കി ഭരിച്ച സാമ്രാജ്യ ശക്തികൾ അവരെ കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അള്ളാഹു പറഞ്ഞു, മുഹമ്മദേ, ഇപ്പോൾ കാണുന്ന ആർഭാടവും നിനക്ക് ചുറ്റും നീ കാണുന്ന രസങ്ങളും നിനക്ക് ചുറ്റും നീ നല്ല സൗകര്യത്തോടുകൂടി ജീവിക്കുന്ന ആളുകളിലേക്കും നീ നോക്കണ്ട. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തുൽ ഹയാത്തിദ് ദുനിയ. ദുനിയാവിന്റെ സൗകര്യങ്ങൾ നൽകപ്പെട്ട, ദുനിയാവിന്റെ ആർഭാടങ്ങൾ നൽകപ്പെട്ട, ദുനിയാവിന്റെ രസങ്ങൾ നൽകപ്പെട്ട മനുഷ്യരിലേക്ക് മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ കണ്ണു വായിക്കണ്ട, നീ അങ്ങോട്ടൊന്നും നോക്കണ്ട. ലിനഫ്തിനഹും ഫീ, അവരെ പരീക്ഷിക്കാനാണ് ഞാൻ അത് നൽകിയത്. സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദിനെയും സമൂദിനെയും ഫിർഔനെയും അതുപോലുള്ള മുൻഗാമികളായ സ്വച്ഛാധിപതികളായ ഭരണാധികാരികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ട് പറഞ്ഞു, ഫഹൽ തറാ ലഹും മിൻ ബാഖിയ, ഫഹൽ തറാ നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? ലഹും മിൻ ബാഖിയ, അവര് ബാക്കിയാക്കിയ എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ഒന്നുമില്ല. ഭൂമിയിൽ അവരുടേതായിട്ട് അവശേഷിക്കുന്ന ഒന്നുമില്ല. ഈ ഭൂമിയിൽ ഒരു കാലഘട്ടത്തിൽ എല്ലാം എന്റേതാണ്, എന്റെ കീഴിലാണ് എന്ന് അഹങ്കരിച്ച മനുഷ്യരാരും ഈ ഭൂമിയിലില്ല. ഞാനാണ് ഈ ലോകത്തിന്റെ രക്ഷിതാവെന്ന അഹങ്കാരത്തോടുകൂടി തന്റെ ജനങ്ങളോട് പറഞ്ഞ ഫിർഔൻ ജിബിരീലിന്റെ ഒരു പിടി മണ്ണിൽ കടലിൽ മുങ്ങിച്ചത്തു ആർക്കും വേണ്ടാത്ത ഒരു ജഡമായി മാറിയ ചരിത്രം പരിശുദ്ധ ഖുർആനാണ് നമ്മെ പഠിപ്പിച്ചത്. വലിയ വലിയ ഗോപുരങ്ങൾ ഉണ്ടാക്കി, ആകാശം മുട്ടയുള്ള മലകൾ തുരന്ന് ആ കാഴ്ച കാണുന്ന ജനങ്ങൾക്ക് മുമ്പിൽ നമ്മളെ തകർക്കാനോ നമ്മളെ ഇല്ലാതാക്കാനോ ആർക്കും സാധിക്കില്ല എന്ന അഹങ്കാരത്തോടുകൂടി ഗോപുരങ്ങൾ പണിത് ജനങ്ങൾക്ക് മുമ്പിൽ ശക്തി തെളിയിച്ച ആദ് ഗോത്രം തകർന്ന ധരിപ്പിടമായ ചരിത്രം പരിശുദ്ധ ഖുർആനാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അഹങ്കരിച്ചവർ ഒന്നും ഈ ഭൂമിയിലില്ല. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമി കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ, ഈ ഭൂമി കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശത്തിന്റെ കീഴെ ജീവിച്ചവരിൽ ഏറ്റവും നല്ല മനുഷ്യൻ. ഒരിക്കലും ഇല്ലാതാവരുത് എന്ന് ഭൂമി കൊതിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. ഒരിക്കലും ഇല്ലാതാവരുത് എന്ന് ആകാശം കൊതിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. ഈ ഭൂമിയിലുള്ള സസ്യങ്ങളും മറ്റല്ലാഹുവിന്റെ ജീവികൾ സർവ്വരും ഏതെങ്കിലും ഒരു മനുഷ്യന് വേണ്ടി ശാശ്വതമാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. ലൗ കാനത്തിദ് ദുനിയ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ. ഈ ലോകം ഏതെങ്കിലും ഒരു മനുഷ്യന് വേണ്ടി നിത്യമാവുമായിരുന്നെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ. ഈ ഭൂമിയിൽ ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യമായനെ. ഇല്ല, ആ പ്രവാചകൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകൻ ഈ ഭൂമി ലോകത്തിന്റെ എല്ലാ സൗകര്യങ്ങളിൽ നിന്നും യാത്ര പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളോടും യാത്ര പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമിയിലുള്ള എല്ലാ ബന്ധങ്ങളോടും യാത്ര പറഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. നബിയെ, താങ്കൾ മരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരെങ്ങനെ ജീവിക്കുക? ആ മരണം നമ്മൾ പിടിക്കും പ്രിയപ്പെട്ടവരെ. ആ മരണത്തിന്റെ കേൾക്കുമ്പോൾ നമ്മൾ ഒതുങ്ങും. അള്ളാഹു പറഞ്ഞു, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. ഉരുക്കിനാനുള്ള, ആർക്കും തകർക്കാൻ പറ്റാത്ത, ആർക്കും കടന്നു വരാൻ സാധിക്കാത്ത എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റി സിസ്റ്റവും നിങ്ങൾ സംവിധാനിച്ച് സൃഷ്ടിച്ച, എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും നിങ്ങൾ കരുതിയ എവിടെയാണെങ്കിലും ആ മരണം ആരോടും ചോദിക്കാതെ,
ഒരു ഗേറ്റ് കീപ്പറോടും ചോദിക്കാതെ, ഒരാളുടെയും സമ്മതമില്ലാതെ, ഒരാളുടെയും പെർമിഷൻ ആവശ്യമില്ലാതെ നിങ്ങൾ ഇരിക്കുന്നിടത്ത്, നിങ്ങൾ കിടക്കുന്നിടത്ത് ആ മരണം വിളിക്കാത്ത അതിഥിയായിട്ട് കടന്നു വരും. എന്നിട്ട് നമ്മളെയും കൊണ്ടുപോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ കുഴിക്കുന്ന ഒരു സംഘത്തെ കാണുകയാണ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു യാത്രയിലാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു ആൾക്കൂട്ടത്തെ നമ്മൾ കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ചോദിച്ചു, എന്താണ് ആൾക്കൂട്ടം? ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നമ്മളിൽ ഒരാൾ ഇറങ്ങി നോക്കിയപ്പോൾ മരണപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആൾക്കൂട്ടമാണ്, ചുറ്റും ആളുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് കാര്യം പറഞ്ഞു, നബിയെ, ഒരു വ്യക്തിക്ക് വേണ്ടി ഖബർ കുഴിക്കുന്ന ആളുകളാണത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തിൽ നിന്നിറങ്ങി ആ ഖബർ കുഴിക്കുന്ന ആ വ്യക്തികൾക്കിടയിലൂടെ പോയി. എന്നിട്ട് ആ കുഴിച്ചു വെച്ച മണ്ണിലേക്ക് തന്റെ മുട്ടുകൾ കുത്തിയിരുന്ന് അള്ളാഹുവിന്റെ റസൂൽ കരയാൻ തുടങ്ങി. ബക്കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ കരഞ്ഞു അള്ളാഹുവിന്റെ റസൂലിന്റെ താടി രോമങ്ങൾ നനഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റുമുള്ളവരോട് പറഞ്ഞു, അഇദ്ദു ലിമിസ്ലി ഹാദൽ യൗം, അഇദ്ദു ലിമിസ്ലി ഹാദൽ യൗം, അഇദ്ദു ലിമിസ്ലി ഹാദൽ യൗം. ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കൊള്ളുക സഹാബാക്കളെ. നിങ്ങൾക്ക് വേണ്ടി ഖബർ കുഴിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി മീസാങ്കൽ അന്വേഷിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി മയ്യത്ത് കട്ടിലിന്റെ തർത്തീബുകൾ ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി കഫംപുടവ വാങ്ങാൻ ഒരാൾ അങ്ങാടിയിലേക്ക് ഓടുന്നൊരു ദിവസം, നിങ്ങൾക്ക് വേണ്ടി ബാക്കി കാര്യങ്ങൾ തർത്തീബ് ചെയ്യാൻ പള്ളിക്കാരൊരുങ്ങുന്നൊരു ദിവസം, നമുക്ക് വേണ്ടി പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ, മെസ്സേജുകൾ അയക്കാൻ ആളുകൾ ഒരുങ്ങുന്നൊരു ദിവസം, ഇന്ന വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട് എന്ന് വാർത്ത പ്രചരിക്കാൻ ഒരുങ്ങുന്നൊരു ദിവസം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരുങ്ങിക്കൊള്ളുക. നിങ്ങൾ തയ്യാറാവുക, പാതയെ ഒരുക്കി വെക്കുക. അതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാനുള്ളത്. ഓരോ മരണങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്കുള്ള അറിയിപ്പാണ്, നമുക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. അടുത്തത് ഒരുപക്ഷെ നാം ആവാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾ എവിടെ ഒരുമിച്ച് കൂടിയാലും മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമായിരുന്നു, പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ പൊട്ടിക്കരയുമായിരുന്നു, ധാരാളം കരയുമായിരുന്നു. സഹാബാക്കൾ ചോദിച്ചു, എന്തിനാണ് നരകത്തെ പറയുമ്പോൾ ഇല്ലാത്തൊരു കരച്ചിലെന്തേ ഖബറിനെ കുറിച്ച് പറയുമ്പോൾ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയും, ഒരു മനുഷ്യന്റെ ആദ്യത്തെ വീട് അത് ഖബറാണ്. ഒരു മനുഷ്യൻ അവന്റെ ബർസഖിന്റെ ലോകത്തിന്റെ ജീവിതം ആരംഭിക്കുന്നത് അവന്റെ യാഥാർത്ഥ്യത്തിന്റെ കണ്ണ് തുറന്ന് യാഥാർത്ഥ്യത്തിന്റെ ലോകത്ത് അവൻ ജീവിച്ചു തുടങ്ങുന്നത് ആദ്യം ഖബറിലാണ്. ആ ഖബറെങ്ങാനും അവൻ രക്ഷപ്പെട്ടു പോയാൽ, ആ ഖബറിലെങ്ങാനും അവൻ റാഹത്തിലായാൽ, ആ ഖബറിലെങ്ങാനും അവൻ സ്വസ്ഥതയിലായാൽ, അവന്റെ അങ്ങോട്ടുള്ള യാത്ര അത് റാഹത്തിലാണ്, അവന്റെ അങ്ങോട്ടുള്ള യാത്ര അത് സ്വസ്ഥതയിലാണെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, കുല്ലുംബ്രിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി. ഓരോ മനുഷ്യരും പ്രഭാതത്തിൽ അവന്റെ കുടുംബത്തോടൊപ്പം സന്തോഷിച്ചുകൊണ്ടാണ് പ്രഭാതത്തെ വരവേൽക്കുക. പ്രഭാതത്തിൽ അവൻ ഉണരുക, തന്റെ കുടുംബത്തോടും തന്റെ മക്കളോടുമൊത്ത് സന്തോഷത്തിലായിരിക്കും. വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. അവന്റെ മരണമാവട്ടെ അവന്റെ ചെരുപ്പിന്റെ വള്ളിയേക്കാൾ അവനോട് അടുത്തിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, ഉൻളുർ കുല്ല അമലിൻ കരിഹ്തൽ മൗത ലിഅജ്ലിഹി. ഓരോ മനുഷ്യനും അവന്റെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കട്ടെ. മരണത്തെ വെറുക്കാനും മരണത്തെ പേടിക്കാനും കാരണമാകുന്ന
ഏത് അമലാണോ നിങ്ങളുടെ ജീവിതത്തിലുള്ളത്, ആ അമല് കാരണം മരണത്തെ നമ്മൾ പേടിക്കാണ്. ഞാൻ മരിച്ചു പോയാൽ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മളെ പേടിപ്പെടുത്തുന്ന നമ്മളുടെ ചില തിന്മകൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ ഫത്റുഖുഹു, ആ അമലിനെ നിങ്ങൾ ഒഴിവാക്കുക. വലാ യദുറുക മതാ മിത്ത, നിങ്ങൾ എപ്പം മരിച്ചാലും നിങ്ങൾക്കൊരു ഉപദ്രവവും ഇല്ലാതിരിക്കാൻ, ഒരു പ്രയാസവും ഇല്ലാതിരിക്കാൻ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുങ്ങുക. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളത്തേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോ മനുഷ്യനും ചിന്തിച്ചു കൊള്ളട്ടെ. ഖുർആൻ നാളത്തേക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, ഖബറിൽ നിന്നൊരു ദിവസത്തിലേക്ക് വേണ്ടി എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള പാതയം? എന്തുണ്ട് അല്ലാഹുവിന് സമർപ്പിക്കാൻ? എന്തുണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ വെക്കാൻ? അല്ലാഹ്, നീ എനിക്കൊരു ആയുസ് തന്നു, നീ എനിക്ക് ജീവിക്കാനുള്ള അവസരം തന്നു, നീ എനിക്ക് ആഫിയത്ത് തന്നു, നീ എനിക്ക് ആരോഗ്യമുള്ള ശരീരം തന്നു, എനിക്ക് നീ തന്ന ആയുസ്സിൽ അല്ലാഹുവേ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ മുമ്പിൽ വെക്കാൻ. ഖബറിൽ കിടത്തി കൂട്ടുകാരും കുടുംബക്കാരും സഹോദരന്മാരും ഖബർ മൂടി അവർ അവരുടേതായ ശുഗലിലേക്ക്, അവരുടേതായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞ് നമ്മളെ ഒറ്റക്കായി പോകുമ്പോൾ, ആ ഖബറിൽ മലക്കുകൾ വന്ന് നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, ആ മലക്കുകൾക്ക് മുമ്പിൽ ധൈര്യമായിട്ട് പറയാൻ, ആ മലക്കുകൾക്ക് മുമ്പിൽ ധൈര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി നമുക്ക് എന്തെങ്കിലും കാണിച്ചു കൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഓരോരുത്തരും ആലോചിക്കുക, എന്തുണ്ട്? എത്ര പേജുകൾ ഓതിയ ഖുർആനുണ്ട് നമ്മുടെ കയ്യിൽ? എത്ര ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ ഓതിയത് നമ്മുടെ കയ്യിലുണ്ട്? എത്ര ദിക്റുകൾ ചെയ്ത ദിക്റുകൾ നമ്മുടെ അക്കൗണ്ടിലുണ്ട്? എത്ര സദഖകളാണ് നമ്മുടെ അക്കൗണ്ടിലുള്ളത്? എത്ര നന്മകളാണ് പ്രിയപ്പെട്ടവരെ ആ ഖബറിന്റെ ഉള്ളിൽ നമുക്ക് പ്രദർശിപ്പിക്കാൻ? എന്റെ അക്കൗണ്ടിലുള്ള നന്മകൾ ഇത്രയുണ്ട് എന്ന് പറയാൻ എത്ര സൂറത്തുകളാണ് നമ്മുടെ കയ്യിലുള്ളത്? എത്ര സുന്നത്തുകളാണ് നമ്മുടെ കയ്യിലുള്ളത്? പഠിപ്പിക്കപ്പെട്ടതല്ലേ? ഫർദ് നമസ്കാരത്തിന്റെ മുമ്പ് ശേഷവും സുന്നത്തുകൾ പഠിപ്പിക്കപ്പെട്ടതല്ലേ? കറക്റ്റ് 5 വക്ത് നമസ്കരിക്കാൻ അല്ലാഹു കൽപ്പിച്ചതല്ലേ? ഖബറിൽ കടന്ന് ആളുകൾ മണ്ണിട്ട് മൂടി തിരിച്ച് ചില ചുവടുകൾ വെക്കുന്ന ഉടനെ തന്നെ അല്ലാഹു റൂഹിനെ തിരിച്ചു കൊടുക്കും. എന്നിട്ട് ആ മനുഷ്യൻ ഖബറിൽ എഴുന്നേറ്റിരിക്കും. ഫظن أنه الفراق. ആ മനുഷ്യനെ ബോധ്യപ്പെടും, ഞാൻ മരണപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ഓതി വെച്ച ഖുർആനുകൾ, ആ സമയത്ത് നമസ്കരിച്ച നമസ്കാരങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്ര പേർക്ക് ധൈര്യമുണ്ട് എന്റെ നമസ്കാരങ്ങൾ അത് 5 വക്ത് കറക്റ്റ് എന്റെ അക്കൗണ്ടിലുണ്ട് എന്ന് പറയാൻ? ഖുർആൻ ഓതാത്ത ദിവസങ്ങൾ എന്നിലില്ല എന്ന് പറയാൻ? വിക്റുകൾ ചെയ്യാത്ത ദിവസങ്ങൾ എന്നിലില്ല, എല്ലാ ദിവസവും വിക്റ് ചെയ്യുന്നവനാണ് ഞാൻ, ഖുർആൻ ഓതുന്നവനാണ് ഞാൻ എന്ന് പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? നമ്മളോട് എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഒരുക്കം അതാണ് പ്രിയപ്പെട്ടവരെ, ഒരുക്കം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മതസ്സാ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക? എപ്പോഴാണ് ഈ ലോകം അവസാനിക്കുക? അല്ലാഹുവിന്റെ റസൂലിന്റെ തിരിച്ചുള്ള ചോദ്യം, മാ അഅദത്ത ലഹാ, നീ എന്താണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? നീ എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഈ ലോകം അവസാനിക്കുന്ന ദിവസത്തേക്ക് വേണ്ടി, ഈ ലോകം ഇല്ലാതാകുന്ന ദിവസത്തേക്ക് വേണ്ടി എന്തുണ്ട് നിന്റെ കയ്യിൽ അല്ലാഹുവിന്റെ മുമ്പിൽ കൊടുക്കാൻ? ആ സഹാബി പറഞ്ഞു, അന ഉഹിബ്ബുല്ലാഹ വ റസൂലഹ, നബിയേ, ഞാൻ എന്റെ അല്ലാഹുവിനെയും എന്റെ റസൂലിനെയും അതിയായി സ്നേഹിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൻത മഅമൻ അഹ്ബബ്ത, നീ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നീ ആഖിറത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ ആ ഹബീബിനോടുള്ള ഹുബ്ബുണ്ടോ? യഥാർത്ഥമുള്ള ഹുബ്ബുണ്ടോ? അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടോ? അള്ളാഹു പറഞ്ഞു, ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്,
മയ്യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ, അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്ന ചില ആളുകൾ, യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ, അവർ ആ ജാറങ്ങളെയും ആ മശായിഖന്മാരെയും ആ ഔലിയാക്കളെയും ആ അമ്പിയാക്കളെയും സ്നേഹിക്കുന്നു. എങ്ങനെ? കഹുബ്ബില്ലാ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ. അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ ജൽപ്പിക്കുന്ന ചില ദൈവങ്ങൾ, അവർ ജൽപ്പിക്കുന്ന ചില ബാബമാരെയും ബീവിമാരെയും അവർ സ്നേഹിക്കാണ്. എങ്ങനെ? കഹുബ്ബില്ലാ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ. അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ പ്രിയപ്പെട്ടവர்கள் മറ്റാരാണുള്ളത്? ആരുമില്ല, നമുക്കാരുമില്ല. ആ അല്ലാഹുവിനെ ആ രൂപത്തിൽ സ്നേഹിച്ചവരാണോ നമ്മൾ? ആ അല്ലാഹുവിന്റെ മുമ്പിൽ ഇരുന്ന് കൊണ്ട് കരഞ്ഞവരാണോ നമ്മൾ? ആ അല്ലാഹുവിന്റെ മുമ്പിലിരുന്ന് വ്യസനങ്ങൾ കരഞ്ഞ് പറഞ്ഞവരാണോ നമ്മൾ? ഒരു രാത്രി ആ ഖബറിന്റെ ഇരുട്ടിന്റെ ഉള്ളിൽ നിന്ന് മലക്കുകൾ വന്ന് ചോദിക്കുമ്പോൾ എത്ര തഹജ്ജുദുകളാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത്. ഏതെങ്കിലും ഒരു രാത്രിയുടെ നമസ്കാരം അള്ളാഹുവിന്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞ് അള്ളാഹുവിനോട് പാശ്ചാത്താപം നടത്തിയ എത്ര രാത്രികൾ നമ്മുടെ കയ്യിലുണ്ട്. ആലോചിക്കണം നാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തയ്യാറാവുക. മരണത്തിന് മുമ്പ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും ആ മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യുന്നതാണ്. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം അത് നിങ്ങൾ പൂർത്തിയാക്കി തരുന്നത് നാളെ ഖിയാമത്ത് നാളിലാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി, അന്നത്തെ ദിവസം ആര് ആ നരകത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടുകയും വഉദ്ഖിലൽ ജന്നത, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ, അവനാണ് വിജയിച്ചവൻ. മലക്കുൽ മൗത്ത് നമ്മുടെ അടുക്കിലേക്ക് വരും. എന്നിട്ട് സച്ചരിതരായ മനുഷ്യരോട് ആ മലക്ക് പറയും, നന്മയുള്ള മനുഷ്യൻ, തൗഹീദിൽ ജീവിച്ച മനുഷ്യൻ, തൗഹീദിൽ ജീവിച്ച മനുഷ്യൻ, അല്ലാഹുവിനെ അല്ലാതെ അവൻ വിളിച്ചിട്ടില്ല. അവന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രാരാബ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിനോടല്ലാതെ അവൻ സങ്കടങ്ങൾ പറഞ്ഞിട്ടില്ല, അല്ലാഹുവിനോടല്ലാതെ ദുഃഖങ്ങൾ പറഞ്ഞിട്ടില്ല, അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ കരഞ്ഞിട്ടില്ല. ഒരു ജാറത്തിലേക്കും ആ മനുഷ്യൻ പോയിട്ടില്ല, ഒരു തങ്ങളടുത്തേക്കും ആ മനുഷ്യൻ പോയിട്ടില്ല. അവൻ അറിഞ്ഞു എന്റെ സങ്കടങ്ങൾ മാറ്റാൻ അല്ലാഹുവിന് മാത്രമേ കഴിയൂ. എന്നിട്ട് അല്ലാഹുവിനെ മാത്രം വിളിച്ചവൻ. ഞാൻ ഇത്തിബാഅ് ചെയ്യേണ്ടത് എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണെന്ന് അറിഞ്ഞവൻ, 5 വഖ്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വന്നവൻ, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിനെ പരിഗണിച്ചവൻ, ദിക്റുകളെ പരിഗണിച്ചവൻ, മാന്യമായ രൂപത്തിൽ ജീവിതം നയിച്ചവൻ, അവന്റെ അടുക്കിലേക്ക് മലക്കുൽ മൗത്ത് കടന്നു വന്നിട്ട് പറയും, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഓ സന്തോഷമടഞ്ഞ ആത്മാവേ, ഓ തൃപ്തിയടഞ്ഞ ആത്മാവേ, ശാന്തമായ ആത്മാവേ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, നീ വാ നിന്റെ റബ്ബിന്റെ അടുക്കലേക്ക് തൃപ്തനായ രൂപത്തിൽ. അല്ലാഹു നിന്നിലും തൃപ്തനാണ്, നീ അല്ലാഹുവിലും തൃപ്തനാണ്, നീ വാ. ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ആ മനുഷ്യനോട് മലക്കുകൾ അവിടുന്ന് പറയും, വദ്ഖുലി ഫീ ഇബാദി, അല്ലാഹു പറയും, നീ എന്റെ സച്ചരിതരായ അടിമകളുടെ കൂട്ടത്തിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക, വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗ്ഗത്തിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക എന്ന് സന്തോഷത്തോടുകൂടി മലക്കുകൾ ആ മുവഹിദായ മനുഷ്യനെ ആനയിക്കും. ആ നന്മകൾ ചെയ്ത സച്ചരിതരായ മനുഷ്യരെ ആ മലക്കുകൾ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെട്ടവനെ ഖബറടക്കി കഴിഞ്ഞാൽ ഇമ്മ ആ ഖബർ ഒന്നുകിൽ ഹുഫ്റത്തുൻ മിൻ ഹുഫരിൻ നീറാൻ, ഒന്നുകിൽ അത് നരകത്തിലെ ഒരു കുണ്ടാണ്, അല്ലെങ്കിൽ റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഒരു തോപ്പാണ്. രണ്ടാലൊന്നാണ്. അല്ലാഹു നമ്മളെ സ്വർഗ്ഗത്തിന്റെ തോപ്പാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞ ഷരീഫ്ക്ക് അല്ലാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഈ സമയങ്ങൾ ഖബറിന്റെ ഉള്ളിൽ മലക്കുകൾ ചോദ്യം ചെയ്യുന്ന സമയമാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ല, നമ്മൾ അറിയണം. വഹയിന്റെ ഇൽമാണ്, വഹയിന്റെ ഇൽമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ അറിയിച്ചു, നമ്മളത് വിശ്വസിക്കുന്നു. ഖബറിന്റെ ഉള്ളിൽ
അത് ഇടുങ്ങാം, അത് വിശാലമാവാം. അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിന്റെ പെരിമളം അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ കവാടങ്ങൾ ആ മുവഹിദിന് വേണ്ടി അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. ആ ഒരു സ്വാലിഹായ മനുഷ്യന് വേണ്ടി അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ. എന്തൊക്കെ നന്മകളാണോ ആ ഖബറിൽ ആ മനുഷ്യന് വേണ്ടത് അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട്, കൃപ കൊണ്ട് അള്ളാഹു എല്ലാ റഹ്മത്തും മഗ്ഫിറത്തും ആ ഖബറിൽ നിറച്ചു കൊടുക്കട്ടെ. ജീവിതത്തിൽ വന്നുപോയ പോരായ്മകൾ ഒരുപാടുണ്ടാവാം. മനുഷ്യരാണ്. കുല്ലു ബനി ആദമ ഖത്താഊൻ. ആദമിന്റെ സന്തതികൾ തെറ്റ് ചെയ്യുന്നവരാണ്. അള്ളാഹു മഗ്ഫിറത്ത് കൊണ്ടും റഹ്മത്ത് കൊണ്ടും ആ ഖബറിനെ പ്രകാശപൂരിതമാക്കട്ടെ. നമ്മളെല്ലാവരെയും ഏറ്റവും നല്ല ദിവസത്തിൽ, ഏറ്റവും നല്ല സമയത്ത്, ഏറ്റവും നല്ല അവസ്ഥയിൽ അള്ളാഹുവിലേക്ക് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മരണം നൽകി നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ മാത ഇബ്നു ആദം, ആദമിന്റെ മക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്, ഭൂമിയിലുള്ള അവന്റെ അമലുകളെല്ലാം മുറിഞ്ഞു പോകും. എല്ലാ കണക്ഷനുകളും വിടും. ഭൂമിയിൽ അവനൊന്നും ചെയ്യാനില്ല. എന്നാൽ 3 കാര്യങ്ങൾ ഒഴികെ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കാര്യങ്ങൾ. എന്നിട്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തേത് ഇൽമുൻ യുൻതഫഉ ബിഹി, പ്രയോജനപ്പെടുന്ന അവന്റെ അറിവ്. അവൻ പകർന്നു കൊടുത്ത, അവൻ നുകർന്നു കൊടുത്ത, അവൻ പഠിപ്പിച്ച ഇൽമ് ഖബറിൽ എത്തിയാലും അത് ആരൊക്കെ അത് അമൽ ചെയ്യുന്നുണ്ടോ, ആരൊക്കെ ആ ഇൽമനുസരിച്ച് അമൽ ചെയ്യുന്നുണ്ടോ, ആരൊക്കെ ആ രൂപത്തിൽ ജീവിക്കുന്നുണ്ടോ, അതിന്റെ എല്ലാം പ്രതിഫലം ഈ വ്യക്തിക്ക് വേണ്ടി അള്ളാഹു കൊടുത്തുകൊണ്ടേയിരിക്കും. അറിവ്, ഇൽമ പഠിക്കുന്നവർ, അവരെ സഹായിക്കാം. ഇൽമ പഠിക്കുന്നവർ, മുതഅല്ലിമീങ്ങൾ, നമുക്കും നമ്മുടെ ഖബറിൽ അത് കിട്ടിക്കൊണ്ടിരിക്കാൻ. അതുകൊണ്ട് തന്നെ എന്ത് ചെറിയ അമലാണ്, നമുക്കൊരു ദുആ അറിയാം, ചെറിയ ദുആ. അതറിയാത്ത ഒരാളെയാണ് നമ്മൾ കണ്ടതെങ്കിൽ എത്രയും പെട്ടെന്ന് അയാളിലേക്ക് ആ ദുആ എത്തിക്കാൻ ശ്രമിക്കുക. നമുക്കൊരു അറിവ് അറിയാം, അതറിയാത്തൊരു മനുഷ്യനെയാണ് നമ്മൾ കണ്ടത് എങ്കിൽ അവന് ആ അറിവ് പറഞ്ഞു കൊടുക്കുക. അവൻ അറിയാത്ത എന്തോ അവൻ ചെയ്യുന്നുണ്ട്, അത് തിരുത്താൻ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട് എങ്കിൽ തിരുത്തുക. ആ മനുഷ്യൻ ജീവിക്കുന്നിടത്തോളം കാലം ആ കിട്ടിയ അറിവ് ആ വ്യക്തി മറ്റാർക്കൊക്കെ അത് പറഞ്ഞെടുക്കുമോ അതിന്റെ എല്ലാം പ്രതിഫലം ഈ ഇൽമ പറഞ്ഞു കൊടുത്ത മനുഷ്യന് കിട്ടും. ഒന്നാമത്തത് ഇൽമുൻ യുൻതഫഉ ബിഹി, പ്രയോജനകരമായ അറിവ്, ദീനിന്റെ അറിവ്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സദഖ, എന്നും നിലനിൽക്കുന്ന സദഖ. മരണപ്പെട്ട് ഖബറിന്റെ അടിയിൽ വർഷമെത്ര കഴിഞ്ഞാലും, കാലമെത്ര കഴിഞ്ഞാലും, ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേൽക്കുന്നത് വരെ നമ്മളുടെ നന്മയുടെ ഏടിൽ നന്മകൾ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു നന്മ സദഖയാണ്. നിലനിൽക്കുന്ന സദഖ. പള്ളി നിർമ്മിച്ച ആളുകൾ എത്രയോ അനുഗ്രഹം ലഭിച്ച ആളുകളാണ്, തൗഫീഖ് ലഭിച്ച ആളുകളാണ്. മദ്രസകൾ ഉണ്ടാക്കി കൊടുത്ത ആളുകൾ, കിണറുകൾ, വെള്ളത്തിന് വേണ്ടി കിണറുകൾ കുഴിച്ചു കൊടുത്ത ആളുകൾ, ആ രൂപത്തിൽ നിലനിൽക്കുന്ന നന്മകൾ, എന്നും നിലനിൽക്കുന്ന നന്മകളെ ഉണ്ടാക്കിയ ആളുകൾ മരിക്കുന്നതിന് മുമ്പ് അവർ മരണപ്പെട്ടാലും അവർക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ആ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ മക്കൾ, അത് വലിയ അനുഗ്രഹമാണ്.
നാം ഇന്ന് കണ്ടു. മരണപ്പെട്ടു പോയ ആ വ്യക്തിയുടെ മകൻ ബാപ്പാക്ക് വേണ്ടി നമസ്കരിച്ചു. വലിയ സന്തോഷം തോന്നി. ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു മോന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ചെറിയ മകൻ, മീശമുളക്കാത്ത മകൻ, അത് ആ കുടുംബത്തിന്റെ വിജയമാണ്. ആ ബാപ്പയുടെ വിജയമാണ്. ആ ബാപ്പയുടെ വിജയമാണ്. ധൈര്യത്തോടുകൂടി ആളുകൾക്ക് മുമ്പിൽ നിന്ന് കൈകെട്ടി ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ ആ മകൻ അറിയാം, എല്ലാം അറിയാം. നാം ഉണർത്തിയിട്ടേ ഉള്ളൂ. പഠിച്ചിട്ടുണ്ട് മദ്രസയിൽ നിന്ന് ഫാത്തിഹ ഓതാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ രണ്ടാമത്തെ തക്ബീറിൽ സ്വലാത്ത് ചൊല്ലാൻ ആ കുഞ്ഞുമോൻ പഠിച്ചിട്ടുണ്ട്, അറിയാം. മൂന്നാമത്തതിൽ ദുആ ചെയ്യാൻ ആ മോൻ അറിയാം. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ, അല്ലാഹുവേ എന്റെ ബാപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് ആ നാവുകൾക്ക് പറയാൻ അറിയാം. ആ കുഞ്ഞുമോൻ എഴുന്നേറ്റ് മുമ്പിൽ നിന്ന് ധൈര്യത്തോടുകൂടി പറഞ്ഞിട്ടില്ല, ഉസ്താദ് എനിക്ക് പേടിയാണ്, ഞാൻ നിൽക്കൂല, ഉസ്താദ് നിസ്കരിച്ചു, എനിക്ക് വേറെ ആരോട് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. ധൈര്യത്തോടുകൂടി ആ ബാപ്പാന്റെ മയ്യത്തിന്റെ മുമ്പിൽ നിന്ന് നിൽക്കാനും നിസ്കരിക്കാനും സാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ ബാപ്പാന്റെ വിജയമാണ്. പ്രിയപ്പെട്ടവരെ, നീ പഠിപ്പിക്കുക മക്കളെ. നമുക്കുള്ള സ്വത്തത അള്ളാഹു തന്ന ഞാമത്തതാണ്. മരണപ്പെട്ടു പോയ ബാപ്പാക്ക് വേണ്ടി നിസ്കരിക്കാൻ, ദുആ ചെയ്യാൻ, ആ ബാപ്പാക്ക് വേണ്ടി ദിക്ർ ചെയ്യാൻ, ആ ബാപ്പാക്ക് വേണ്ടി ഞാൻ അമല് ചെയ്യാൻ. എന്റെ ഉപ്പ ഖബറിലാണ്, ആ ഉപ്പാക്ക് വേണ്ടി എനിക്ക് നന്മകൾ ചെയ്യണം എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയുള്ള മക്കൾ, ആ മക്കളെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം. ദീൻ പഠിക്കാനുള്ള അവസരങ്ങൾ മുതലെടുക്കണം. നാം ഭൗതികമായ വിദ്യാഭ്യാസം നൽകി നാം എന്ത് കൊടുക്കുന്നു മക്കൾക്ക്? പ്രിയപ്പെട്ടവരെ, എന്ത് കൊടുക്കുന്നു നാം? നാളെ പിറ്റേന്ന് താടിയും ക്ലീൻ ഷേവ് ചെയ്ത് മുടിയും അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ച രൂപത്തിൽ വെട്ടി നെരിയാണിയുടെ താഴെ പേന്റും ധരിച്ച് വികൃതമായ രൂപത്തിൽ ഈ ഭൂമിയുടെ പുറന്തോട്ടിൽ അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിനെയും ധിക്കരിച്ച് ജീവിക്കുന്ന ഒരു മക്കളെയാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ആണോ പ്രിയപ്പെട്ടവരെ? അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ദീൻ പറഞ്ഞു കൊടുക്ക്, ഇൽമു പറഞ്ഞു കൊടുക്ക്. ഭൂമിയിൽ ഒന്നും നഷ്ടപ്പെടൂല, ഒന്നും നഷ്ടപ്പെടാനില്ല, റിസ്ക് നഷ്ടപ്പെടൂല. നമ്മളെ ശൈത്താൻ തോന്നിപ്പിക്കുകയാണ്. എന്റെ മോന് റിസ്ക് മുട്ടിപ്പോവോ? നമ്മളാണോ മക്കൾക്ക് റിസ്ക് എഴുതുന്നത്? അല്ല, അള്ളാഹുവിന്റെ ബാധ്യതയായിട്ട് അള്ളാഹു ഏറ്റെടുത്തതാണ് റിസ്ക്. അവർക്ക് ഇൽമു കൊടുക്ക്, അവർക്ക് ദീന് കൊടുക്ക്. അവർക്ക് നമസ്കരിക്കാൻ 5 വക്ത് നമസ്കാരം അത് കറക്റ്റായിട്ട് നിസ്കരിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പ്രിയപ്പെട്ട ബാപ്പമാരെ നമുക്ക് ഉറപ്പുണ്ടാവണം. എന്റെ മോൻ 5 വക്ത് നിസ്കരിക്കുന്ന മോനാണ്, എന്റെ മകൾ 5 വക്ത് നിസ്കരിക്കുന്ന മകളാണ്, എന്റെ മകൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിൽ വസ്ത്രം ധരിക്കുന്ന മകളാണ് എന്ന് ഉറപ്പുണ്ടാവണം നമുക്ക്. ആ രൂപത്തിൽ മക്കൾക്ക് ദീന് കൊടുക്കാൻ, ദീന് പഠിപ്പിക്കാൻ മദ്രസ സംവിധാനങ്ങൾ എവിടെയുണ്ട്? എത്ര മക്കളുണ്ട് അത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നവർ? എത്ര ബാപ്പമാരുണ്ട്, എത്ര ഉമ്മമാരുണ്ട് കാര്യമായിട്ട് അതിനെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മക്കളെ മദ്രസയിലേക്ക് മുടങ്ങാതെ അയക്കുന്നവർ? എത്ര പേരുണ്ട്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസരം മുതലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമത് പറഞ്ഞത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ദുആ ചെയ്യുന്നിടത്തോളം ആ ബാപ്പയുടെ ഖബർ സന്തോഷിച്ചുകൊണ്ടേയിരിക്കും. ആ ഖബറിൽ കിടക്കുന്ന ബാപ്പ സന്തോഷിക്കും. ഒരുപാട് നന്മകൾ കാരണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹീഹായ ഹദീസാണ്. ആ ബാപ്പ ചോദിക്കുമത്രേ അല്ലാഹുവിനോട്, അല്ലാഹുവേ ഞാൻ ഇത്രയൊന്നും നന്മ ചെയ്തിട്ടില്ലല്ലോ, ഇത് എവിടുന്നാ? ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയൊന്നും നന്മ ചെയ്ത ആളല്ലല്ലോ, എനിക്കെന്താണ് ഇത്രയും നന്മ കിട്ടാൻ? അള്ളാഹു ആ മനുഷ്യനോട് പറയുമത്രേ, നിന്റെ മകന്റെ നിനക്ക് വേണ്ടിയുള്ള ഇസ്തിഗ്ഫാറാണ് ഇതൊക്കെ. നിന്റെ മകൻ നിനക്ക് വേണ്ടി പാപമോചനം തേടുന്നുണ്ട് ഭൂമിയിൽ നിന്ന്, അതാണ് നിനക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു ആ മനുഷ്യനെ അറിയിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന മക്കൾ ഉണ്ടാവണം. അതായിരിക്കണം പ്രിയപ്പെട്ടവരെ മക്കളെ വളർത്തുമ്പോൾ നമുക്കുള്ള ലക്ഷ്യം. ഒറ്റ ലക്ഷ്യം, ഞാൻ കണ്ണടഞ്ഞാൽ എന്റെ മുമ്പിൽ നിന്ന് വന്ന് എന്റെ മകൻ നിസ്കരിക്കണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന നിയ്യത്ത് ഉണ്ടാവണം നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് കേൾക്കാനും പഠിക്കാനും അമൽ ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, എല്ലാവരുടെയും ഖബറുകൾ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. എല്ലാവരുടെയും ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ചെയ്തുപോയ അപരാധങ്ങൾ അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട്, അവന്റെ കൃപ കൊണ്ട് അല്ലാഹു മാപ്പാക്കി കൊടുക്കട്ടെ. അവന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. എല്ലാ തിന്മകളെയും നന്മകളാക്കി അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ.
അള്ളാഹു കുടുംബത്തിന് സമാധാനവും ക്ഷമയും നൽകട്ടെ. സമാധാനവും ക്ഷമയും നൽകട്ടെ. ഏറ്റവും നല്ല അവസ്ഥകൾ അള്ളാഹു ഇനിയുള്ള കാലം അവർക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ. അവർക്ക് ഏറ്റവും നല്ല അവസ്ഥകൾ അള്ളാഹു ഈ ഭൂമിയിലും നാളെ ആഖിറത്തിലും നൽകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.